വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ഇറാനെ കീഴടക്കാൻ കൊമ്പ് കുലുക്കിയെത്തി അമേരിക്കയുടെ ഭീമൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ കപ്പലിൽ നാവികർ തമ്മിൽ കൂട്ടത്തല്ല് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തല്ല് പരിഹരിക്കാൻ അവിടേക്ക് എത്തിയ കപ്പലിലെ കമാൻഡർമാർക്കെതിരെ സൈനികർ മദ്യക്കുപ്പികളും വെള്ളക്കുപ്പികളും ഒക്കെ എറിഞ്ഞുകൊണ്ട് അവരുടെ രോഷം പ്രകടിപ്പിക്കുകയും ചില സൈനികർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ, അത്തരത്തിലുള്ള ഗുരുതരമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ 7 സൈനികരെ, കടലിൽ ചാടിയ 7 സൈനികരെ പിന്നീട് രക്ഷപ്പെടുത്തി എന്നും ഇന്റർനാഷണൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കരയിൽ ഇറങ്ങാതെ 250 ദിവസത്തിന് മുകളിലായി സൈനികർ ഉപ്പുകാറ്റും കൊണ്ട് കടലിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു. ഇത് അമേരിക്കൻ സൈനിക നാവിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ സൈനികരിൽ കടുത്ത മാനസിക സംഘർഷവും രൂപപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. മറ്റു രാജ്യങ്ങളെ ഏകപക്ഷീയമായി ആക്രമിച്ച് വിരട്ടി വേട്ടയാടുന്നത് പോലെയല്ല ഇറാനുമായുള്ള യുദ്ധ സാഹചര്യം എന്ന് ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജാഗ്രത കാണിക്കണമെങ്കിൽ ഈ പടക്കപ്പലും സൈനികരും കടലിൽ തന്നെ നങ്കൂരമിടേണ്ടതുണ്ട്. എന്നാൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഈ 250 ദിവസ കാലയളവിന് മുകളിലുള്ള ഈ ഒരു പ്രയത്നത്തിനിടയ്ക്ക് 2 തവണ മാത്രമാണ് അവർ 2 ദിവസം മാത്രമാണ് കരയിൽ കാൽ ചവിട്ടിയത് എന്നതും നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അമേരിക്കയുടെ ഏത് ദിശയിലേക്കും പ്രത്യാക്രമണം നടത്താൻ ഇപ്പോൾ ഇറാന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറാനിൽ നിന്നുള്ള ആക്രമണം ഏത് നിമിഷം ഉണ്ടാകുമെന്നുള്ള ഭയവും അമേരിക്കൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന് ഉദാഹരണമാണ് ജെറാർഡ് ആർഫോർഡിന് ചെങ്കടലിൽ നിന്നും പിന്മാറേണ്ടി വന്ന സാഹചര്യം പോലും ഈ പ്രത്യാക്രമണം കൊണ്ടാണ് ജെറാർഡ് ആർഫോർഡ് ഇവിടെ നിന്ന് പിന്മാറുന്നത്. മാത്രമല്ല, ജെറാർഡ് ആർഫോർഡിന് ഈ ആക്രമണത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന സൂചനകളും ഈ ഒരു കാലയളവിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും സംശയം പ്രകടിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ സൈനികർ ഭയവിഹ്വലരും മാനസിക പിരിമുറുക്കം നേരിടുന്നവരുമാണ്. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. സൈനികരുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളും രംഗത്ത് വന്നതോടെ വാർത്തക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. വാർത്ത ഇപ്പോൾ വലിയ ചൂട് പിടിച്ച ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിനും സൈനിക നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറിനുമെതിരെയൊക്കെ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും പറയുന്നത് എബ്രഹാം ലിങ്കണിലെ മോശം സാഹചര്യങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അങ്ങേയറ്റം രൂക്ഷമായി തുടരുകയാണ്. ഇതേ തുടർന്നാണ് സൈനികർ കടലിൽ ചാടാൻ ശ്രമിച്ചത് എന്നാണ് പ്രമുഖ സൈനിക പത്രങ്ങളായ നേവി ടൈംസും സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സും റിപ്പോർട്ട് ചെയ്യുന്നത്. ഉറക്കക്കുറവും ആവശ്യമായ ഭക്ഷണ ലഭ്യതയുടെ കുറവും മോശം സാഹചര്യത്തിലുള്ള ശുചിമുറികളുമെല്ലാം സൈനികരെ തളർത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച സാന്റിയാഗോയിൽ നാവികസേനയുടെ തലവന്മാരുമായി ഈ കപ്പലിലുള്ള സൈനികരുടെ കുടുംബാംഗങ്ങൾ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിലും വലിയ കലാപങ്ങളും ബഹളങ്ങളും കുടുംബാംഗങ്ങൾ ഉന്നയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഏറെ വൈകാരികമായ ചില സംഭവങ്ങൾ നടന്നുവെന്നും ഈ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. യോഗത്തിൽ പങ്കെടുത്ത 200ഓളം കുടുംബാംഗങ്ങളിൽ ഒരാളുടെ ഭാര്യ തൻ്റെ ഭർത്താവ് തനിക്ക് അയച്ച അവസാന സന്ദേശം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ അയച്ച സന്ദേശത്തിൽ പറയുന്നത്, നാളെ ഞാൻ ഉണരാതിരുന്നെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എഴുതിയതായി ആ സൈനികന്റെ ഭാര്യ പറയുന്നു. അത്രയ്ക്കും സഹികെട്ടാണ് നടുക്കടലിൽ തങ്ങൾ കഴിയുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സൈനികന്റെ വാക്കുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു സൈനികന്റെ ഭാര്യ പറഞ്ഞത്, ഞങ്ങളും അമേരിക്കൻ നേതൃത്വവും തമ്മിലുള്ള വിശ്വാസം തകർന്നു, അല്ലെങ്കിൽ അവരത് തകർത്തു എന്നാണ് ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. കടലിലെ സേവന കാലാവധി വീണ്ടും നീട്ടിയതിനെ തുടർന്ന് തൻ്റെ ഭർത്താവ് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ ശ്രമിച്ചതായി അന്നബെല്ലെ ലോമ എന്ന ഒരു സൈനികന്റെ ഭാര്യ വെളിപ്പെടുത്തുകയും ചെയ്തതും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഭയന്നിരിക്കുകയാണ്, ഡിസ്ഓണറബിൾ ഡിസ്ചാർജ് ചെയ്യപ്പെടണമെന്നും മാനസികമായി തളർന്നതുകൊണ്ട് മാത്രം തൻ്റെ 13 വർഷത്തെ ഔദ്യോഗിക ജീവിതം ഇല്ലാതെയായി എന്നും അദ്ദേഹം കരുതുന്നു എന്നുമാണ് അവർ ആ യോഗത്തിൽ കുറ്റപ്പെടുത്തി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ലിങ്കണിൽ നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു
നാവികൻ സഹപ്രവർത്തകൻ കടലിലേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഡെക്കിലേക്ക് തിരികെ വലിച്ചിട്ട് ജീവൻ രക്ഷിക്കുന്ന സംഭവം പോലും നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള അല്ലെങ്കിൽ പുറത്തു വന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാനെതിരായ പോരാട്ടത്തിന്റെ 5ാം മാസത്തിലേക്ക് കടന്ന യുദ്ധക്കപ്പലുകളിലെ സാഹചര്യങ്ങളെ കുറിച്ച് കാലിഫോർണിയയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം മൈക്ക് ലെവിൻ കപ്പലിലെ ജീവനക്കാരുടെ അവസ്ഥയെക്കുറിച്ച് എക്സിൽ ഒരു വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ലോകത്തിലെ യുദ്ധ നിരീക്ഷകരുടെ, യുദ്ധവിരുദ്ധ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഒരു വളരെ വലിയ ട്രോളും വിമർശനവും ഒക്കെ ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്: പൂപ്പൽ പിടിച്ച ഷവറുകൾ, കേടായ ടോയ്ലറ്റുകൾ, ആഴ്ചകളായി പ്രവർത്തിക്കാത്ത അലക്ക് മെഷീനുകൾ, ചൂടുവെള്ളമില്ലാത്ത നീണ്ട ദിവസങ്ങൾ, 1/2 കപ്പ് അരിയും 2 ടോർട്ടിയും മാത്രമാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ആ സമയത്ത് മാത്രമാണ് അവർക്ക് ആ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നത്. സോപ്പോ ഡിയോഡറൻറ്റോ ടൂത്ത് പേസ്റ്റോ ഇല്ലാത്ത ഒരു അവസ്ഥ അവിടെയുണ്ട്. ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അമേരിക്കൻ നേവി അനുഭവിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് എന്ന് വ്യക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ പോസ്റ്റും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു എക്സ് പോസ്റ്റ് ഇന്നും ഇന്നലെയും വന്നതിനപ്പുറത്തേക്ക് ഈ അവസ്ഥകളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ പുറത്തു വന്നിരുന്നതും പത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുൻ ആർമി റേഞ്ചറും കൊളറാഡോയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗവുമായ ജേസൺ ക്രോ ലിങ്കണിലെ സൈനികരിലും അവരുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഓരോ ആഴ്ചയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിലെ ഈ പ്രതിസന്ധി മാസങ്ങളായി രൂപപ്പെട്ടതാണ്. നവംബർ 21-നാണ് യുദ്ധക്കപ്പൽ സാന്റിയാഗോയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. പസഫിക്കിലേക്ക് അയക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതോടെ മിഡിൽ ഈസ്റ്റിലേക്ക് ഈ കപ്പലിനെ തിരിച്ചുവിടുകയായിരുന്നു. ഡിസംബറിൽ ഗുവാമിലും ജൂലൈയിൽ ഒമാനിലും മാത്രമായി 5000-ലധികം വരുന്ന ജീവനക്കാർക്ക് ആകെ 2 ദിവസം മാത്രമാണ് കരയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞത് എന്നും MS നൗ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കപ്പലിന്റെ ദൗത്യം മേയിൽ അവസാനിപ്പിക്കേണ്ടതായിരുന്നുവെങ്കിലും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അത് പലതവണ പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളും ഈ ഒരു കളിയാക്കലുകളുമെല്ലാം യുദ്ധ സെക്രട്ടറി കൂടിയായിട്ടുള്ള പീറ്റ് ഹെക്സത്ത് തള്ളിക്കളയുന്നുണ്ട്. വ്യാജ വാർത്തകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഹെക്സത്തിന്റെ ഈ നിലപാടിനെയും അമേരിക്കൻ ജനത കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. സൈനികർക്ക് എന്ത് സംഭവിച്ചാൽ എന്താ, സൈനികരുടെ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചാൽ എന്താ, തനിക്ക് യുദ്ധം മാത്രം മതി എന്ന നിലപാടുകാരനാണ്, അതിൻ്റെ ഭ്രാന്തമായ അവസ്ഥയിലാണ് ഹെക്സത്ത് എന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കൻ സൈനികർ രാജ്യത്തെ സേവിക്കാൻ തയ്യാറാണ്. അവർക്ക് ചൂടുവെള്ളവും പ്രവർത്തിക്കുന്ന ടോയ്ലറ്റും നല്ലൊരു വേള ഭക്ഷണവും നൽകുക എന്നത് രാജ്യം ചെയ്യേണ്ട കുറഞ്ഞ കടമയാണ്. ഹെക്സത്തിന് അതുപോലും ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല. പോരാഞ്ഞിട്ട് അവരുടെ കുടുംബങ്ങളുടെ കണ്ണിലേക്ക് നോക്കി അവരെ കള്ളന്മാരെന്ന് വിളിക്കുന്നു എന്നാണ് ചില വിമർശനങ്ങൾ ഹെക്സത്തിനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ആദ്യം അമേരിക്കയിലെ സാധാരണക്കാരും വ്ളോഗർമാരുമൊക്കെ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചു വന്നുവെങ്കിലും ഇപ്പോൾ യുദ്ധ നിരീക്ഷകർ, അന്താരാഷ്ട്ര നിരീക്ഷകർ, ഈ രംഗത്തുള്ള പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരൊക്കെ ഈ വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുപിടിക്കുകയാണ്. ദീർഘിപ്പിച്ച സേവന കാലാവധികൾ സൈനികരിലും അവരുടെ കുടുംബങ്ങളിലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാം. അവരുടെ സഹിഷ്ണുതക്കും ത്യാഗങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കപ്പലിൽ ആത്മഹത്യാ ചിന്തകളോ ആത്മഹത്യാ ശ്രമങ്ങളോ വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഈ നാവിക സേനയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത സൈനിക കമാൻഡറുടെ പ്രതികരണം ഉണ്ടായതായി ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഓരോ ലിങ്കൺ നാവികന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നുണ്ട് എന്നും ഈ ഉദ്യോഗസ്ഥൻ പറയുന്നു. കപ്പലിലുള്ള കൗൺസിലർമാരും ചാപ്ലൈനർമാരും അടങ്ങുന്ന ഒരു സമഗ്ര ശൃംഖലയുടെ ഭാഗമായി മതപരവും വൈദ്യശാസ്ത്രപരവും മാനസികാരോഗ്യപരവുമായ സേവനങ്ങൾ സൈനികർക്ക് തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെ അവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായകമാകുമെന്നാണ് അമേരിക്കയുടെ സൈനിക കമാൻഡർമാർ ഇതിന് മറുപടിയായി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. യുദ്ധം പരമ്പരാഗത വിതരണ ശൃംഖലകളെ ബാധിച്ചതായി അംഗീകരിച്ച ഉദ്യോഗസ്ഥർ കപ്പലിൽ ശുദ്ധജലം പ്രവർത്തിക്കുന്ന
AC, ആരോഗ്യകരമായ ഭക്ഷണ ഓപ്ഷനുകൾ എന്നിവ തുടർച്ചയായി ലഭിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും അവർ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. US നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നേരിടുന്ന മാനസികാരോഗ്യ വെല്ലുവിളികൾ വളരെ കാലം മുതൽ തന്നെ പ്രശസ്തമാണ്. നമുക്ക് പലപ്പോഴും അത്തരത്തിലുള്ള നാവികരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്റ്റോറികളും സിനിമകളും ഡോക്യുമെൻ്ററികളും ഡോക്യുഫിക്ഷനുകളും ഒക്കെ വന്നത് നമുക്കറിയാം. എന്നാൽ അതിന് ഈ സമാനമായ രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. കാരണം വിജയിക്കാത്ത, എന്നാൽ തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന് നിലപാടെടുക്കാത്ത ഒരു സാഹചര്യം ഈ സൈനികർ നേരിടേണ്ടി വരികയാണ്. അഥവാ അവർ കര കാണാതെ കടലിൽ ഉപ്പുകാറ്റേറ്റ് കുറഞ്ഞ ഭക്ഷണം മാത്രം, കുറഞ്ഞ ഉറക്ക് മാത്രം. ഈ 5000-ഓളം സൈനികർ ഒരു കപ്പലിൽ ഉണ്ടാകുമ്പോൾ അവിടെ വലിയ ശബ്ദമയമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അതും നാവികർക്ക് ഉറങ്ങുവാനുള്ള സാഹചര്യം ഇല്ലാതെയാക്കുന്നു. ഒപ്പം തന്നെ കുറഞ്ഞ ഭക്ഷണം ലഭിക്കുന്നു. പലപ്പോഴും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകുന്നു. കടുത്ത സമ്മർദ്ദങ്ങൾ ഇവർ നേരിടേണ്ടി വരുന്നു. ഇതൊക്കെ നാവികരെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് മാനസിക സമ്മർദ്ദങ്ങൾ ഏറുന്നതാണ്. കഴിഞ്ഞ വർഷം നടത്തിയ പഠനത്തിൽ തന്നെ ഉറക്കക്കുറവ്, കടുത്ത ബഹളം, കൃത്യമായ മാനസിക ശാരീരിക ആരോഗ്യ പരിചരണത്തിൻ്റെ അഭാവം എന്നിവയാണ് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിരിക്കുന്നത്. കടലിൽ പോകുന്ന നാവികരിൽ നടത്തിയ സർവേയിൽ സ്ട്രെസ് കൈകാര്യം ചെയ്യാൻ തങ്ങൾക്ക് ആവശ്യത്തിന് സഹായം ലഭിക്കുന്നില്ല എന്ന് പകുതിയോളം പേരും പരാതിപ്പെട്ടു എന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. നാവികസേനയിൽ ഉൾപ്പെടെയുള്ള സൈനികരുടെ ആത്മഹത്യകളുടെ നിരക്ക് കൂടുതലായതിനാൽ കപ്പലുകളിൽ മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുവാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി ആവശ്യമാണ് എന്ന് പഠനം ഉപസംഹരിക്കുന്നതും നമ്മൾ കണ്ടു. ഏതായാലും തങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച സൈനിക ഗ്രൂപ്പിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് ലോകം അറിഞ്ഞതിൻ്റെ ജാള്യതയിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത്. ഇതിനെ ഇറാൻ ഒരു ഭാഗത്ത് കളിയാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇറാൻ ഒരു ഭാഗത്ത് അതിനെ ട്രോളുകയോ അതിനെ വിമർശിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. എന്നാൽ അതിനപ്പുറമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിനും അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പീറ്റ് എക്സത്ത് എന്ന് പറയുന്ന യുദ്ധകാര്യ സെക്രട്ടറിയുടെ കാര്യത്തിലുമൊക്കെ ഇനി അമേരിക്കൻ ജനത നിലപാട് കൈക്കൊള്ളുക എന്നത് ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സൈനിക ബലവും കാണിച്ചുകൊണ്ടാണ് ഇനി അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് മേൽ കടന്നു കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സൈനിക ബലത്തിൻ്റെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്കും സംശയങ്ങൾ ഉടലെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഏറ്റവും മറ്റൊരു അമേരിക്ക ഏൽക്കാൻ പോകുന്നൊരു ആഘാതം എന്നത്. മുമ്പ് നമ്മളൊരു വാർത്ത, ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അമേരിക്കൻ യുദ്ധക്കപ്പലിൽ കൊഞ്ച് വിളമ്പി അത് ഒരു സൂചനയാണ് എന്ന തരത്തിൽ ഞാൻ തന്നെ ആ വാർത്ത നിങ്ങളുമായി സുപ്രഭാതത്തിലൂടെ പങ്കുവെച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അന്ന് സൈനികരിൽ പലരും തമാശ രൂപേണ കൊഞ്ച് വിളമ്പുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, നമ്മളെയൊക്കെ അറുക്കാൻ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ ബലി കൊടുക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് തമാശ രൂപേണ ചിന്തിക്കാറുണ്ട് ചില സൈനികർ എന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ആ വാർത്ത നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ആ വാദങ്ങൾ അച്ചട്ടാകുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അവരെ കൊല്ലാതെ കൊല്ലുന്ന ഒരവസ്ഥയാണ് അമേരിക്കയിലെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ അന്നത്തെ കൊഞ്ചും ഇന്നത്തെ ദാരിദ്ര്യവും ഇന്നത്തെ ആ സൈനികരുടെ അവസ്ഥയും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ലോക 1-ാം നമ്പർ കപ്പലിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ജാള്യത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാക്കുന്ന ഒരു തിരിച്ചടിയും മാനഹാനിയും അത് അത്രമേൽ വലുതായിരിക്കും. waytonikah.com, the exclusive Muslim matrimonial site.